വിഷ്ണു, അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഭാവന ഇച്ചിരി ടച്ചപ്പ് ഗേളായിട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാവും നടക്കൂന്ന്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിനക്ക് തന്നെ വരൂടാ. അഭിനയിക്കാൻ വന്ന ആളാ ഇപ്പൊ ചാവപ്പെട്ടി ജോം നടക്കണം. എടാ ജീനെ, ഇവന് ആസിഫിന്റെ നല്ല ചായ ഇല്ലടാ. ഇവന് ആസിഫിന്റെ ചെറുപ്പമാക്കിയല്ലോ. ചായയൊക്കെ ഉണ്ട്, പക്ഷെ ആസിഫിന്റെ ഒരു ആസിഫ് തന്നെയാണ്. ആസിഫാ ആ എങ്ങനെ? മീശയൊക്കെ പിടിച്ചിട്ട് തമിഴിൽ സൂര്യൊക്കെ ചെയ്യണല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അവനെ കൂടി വലുതായിക്കോട്ടെ. എന്നാ ശ്രീനിയുടെ ചെറുപ്പമാക്കിയാലോ? പപ്പക്ക് അവനെ അഭിനയിപ്പിച്ചടങ്ങുള്ളൂ. അല്ല ജീനെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവന് വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയിലാണ്. പാവം. ഒന്നാമത് ഇവൻ എങ്ങനെയാണ് ശ്രീനേട്ടനെ ചെറുപ്പം ചെയ്യുന്നത്? ഇവൻ നല്ല കളറല്ലേ, ശ്രീനേട്ടനാണെങ്കിൽ നല്ല കറുപ്പും. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കനെ വാർണയാക്കിയതല്ലേ മറുകയില്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല ബാബട്ടാ, അവന്റെ മൂക്കില്ലേ ശ്രീനേന്റെ പ്രത്യേകതയുള്ള മൂക്കല്ലേ, ഒട്ടും മാച്ച് ആവൂല അത്. പിന്നെ ഞാൻ ആ മധുവിന്റെ അടുത്ത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. സമയം ശരിയല്ല. എന്താടി നീ അങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട്, ഇങ്ങോട്ട്, ഇങ്ങോട്ട്. പറഞ്ഞത് ശരിയാ, മാച്ച് ആവൂല. മാച്ച് ആവൂലെന്നോ? എന്ത് മാച്ച് ആവൂല? നാളെ മുത്തശ്ശന്റെ ഷൂട്ട് തീരുവോ? നാളെ തന്നെ തിരിച്ചു പോവോ? വിഷ്ണു, അയ്യോ വിശന്നിട്ട് പാടില്ലേ. ശരി, നാളെ പറയാം. നെക്സ്റ്റ് இந்த ஏரியா மாஸ்டர். ஆமாம் ஆமாம். ஓகே. ஆசிஃப் அண்ட் ஓல்ட் டான்சஸ். ഓക്കെ മാസ്റ്റർ. എന്താടാ നീ പോവേണം? എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ വർക്കിന്റെ ടെൻഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ, അതൊന്നും മനസ്സിലാക്കണ്ട കേട്ടാ. ഓക്കെ. അതെ, കുറെ നേരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ? പറയാൻ അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ ഇപ്പൊ റെഡി ആൻഡ് ആക്ഷൻ. ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് പിന്നെ മുത്താച്ചൻ. ചേട്ടാ ഒന്ന് മാറും. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും, ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്, അടുത്ത സീനുള്ളല്ലേ? ടേക്കിന്റെ സമയം കഴിയാൻ ചെയ്തിട്ടില്ല, മാങ്ങാത്തിരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ. എടാ പിന്നെ പറയുന്ന കേക്ക്, അവിടുത്തെ വിളിക്ക്. വേഗം പോ. പോ വിഷ്ണു. പിന്നല്ലാണ്ട് ബഹദൂറിന്റെ റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം അല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും തിരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് അജിജി ഷൂട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എനിക്ക് ബഡായ് ബംഗ്ലാവിന്റെ ഷൂട്ടുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കോട്ടാ. ആ നമുക്ക് എടുക്കാം. എന്റെ കോസ്റ്റ്യൂം ഒന്ന് തരുമോ? എന്നാ ചേച്ചി ചെല്, മാറിയിട്ട് വരാം. ഓക്കെ. ലാലേട്ടാ, മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു.
പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അല്ല, അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട് ചെയ്യ്. ദേഷ്യമല്ലേ? അതെ അതെ. ആ? എന്താ ഇത്? നിന്നെ ഞാൻ ഇത്രയൊക്കെ ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടയ്ക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാർന്ന് പറഞ്ഞോളാം മതി. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാ. പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോക്കി. എടാ അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു, ചെല്ല്. ഓ പോയി കഴുകു. എന്നിട്ട് ആ മൂലക്ക് അങ്ങനെ പോയിരിക്കും. അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താണ് എന്താ സംഭവിച്ചത്? അറിയാതെ ഞാൻ ഷർട്ട് ഒന്ന് കൊടുത്തിട്ടതാ. ശ്രദ്ധിക്കണ്ടേ? എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞാല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയ ബാബോട്ട് ഇടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. ആ അങ്ങനെയാണ്. ആ അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അവൻ പറയുന്നുണ്ട് ഇവന്മാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചൂടെ? വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങള് പോവാ സാറേ. നിക്കടാ പോലെ. നീ ഒരു കാര്യം ചെയ്, ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഇവന് ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ നീര് മാറുമ്പോ ഒന്നുകൂടി അടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം കേട്ടാ. ശരി സാർ. ചെയ്യിക്കാം. കഷ്ടം. കൺമണി, നിന്റെ ഫോൺ അടിക്കുന്നു. എന്താ ചേച്ചി? ദേ ഫോൺ അടിക്കുന്നു. ഹലോ കൺമണി, ഞാനാ വിഷ്ണു. ചേച്ചി ഒരു മിനിറ്റ്. ഗിഫ്റ്റ് കലക്കിട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ